ഹായ് ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെയുള്ള ഒരു വീഡിയോ എടുക്കുന്നുള്ളത്. ഞാൻ സാധാരണ ഇങ്ങനെയുള്ള വീഡിയോസ് ഒന്നും എടുക്കാറില്ല, ബട്ട് ഒരിക്കൽ ട്രൈ ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് മാത്രമല്ല, ഞാൻ സ്കിൻ കെയറും അതുപോലെ തന്നെ മേക്കപ്പും ഇത് രണ്ടും ഇതിൽ ഇൻക്ലൂഡ് ആക്കുന്നുണ്ട്. അപ്പം വീഡിയോ സ്കിപ്പാക്കാണ്ട് എൻഡോളം നോക്കുക. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. രാവിലെ തന്നെ ഞാൻ എണിച്ച് നൂൽ പൊട്ടെല്ലാക്കി കുട്ടീനെ സ്കൂളിൽ കഴിച്ചു. അപ്പോൾ ഒരു മോനിക്ക് സുഖമില്ല, അപ്പോൾ ഓന് കടന്നുറങ്ങുന്നു. ഞങ്ങളുള്ള പേരൻ്റെ ഓനർ കുറച്ച് ചെടിക്ക് വെള്ളമെല്ലാം ഒഴിക്കാൻ വേണ്ടി താക്കോലെല്ലാം തന്നിട്ട് പോയിട്ടുണ്ട്. എല്ലാ വെറൈറ്റി ചെടിയും ഉണ്ട് ഇവിടെ കുറച്ച് സ്ഥലം ഉണ്ട്. അതിനെ കൊണ്ട് ഓർക്ക് ഇങ്ങനെ പൂച്ചെടിയെല്ലാം നടാന്നുള്ള കുറച്ച് സ്ഥലമുണ്ട്. പക്ഷെ എനിക്കില്ല. ഞാൻ എൻ്റെ പേരൻ്റെ മുന്നിൽ ഇത്ര സ്ഥലമൊന്നുമില്ല ഒന്ന് ചെടിയെല്ലാം ഒന്ന് നട്ട് വെക്കാറിഞ്ഞാൽ. ഇവർക്ക് കുറേ സ്ഥലമുണ്ട് ഇവിടെ. പിന്നെ ഇപ്പോൾ ബാംഗ്ലൂരിൽ ക്ലൈമറ്റ് നല്ല പാങ്ങുണ്ട്. നല്ല മഴയും ഉണ്ട്, നല്ല വെയിലും ഉണ്ട്, പിന്നെ നല്ല തണുപ്പും ഉണ്ട്. അപ്പോൾ ഈ സീസണിൽ ചെടിയെല്ലാം നല്ല പാങ്ങിൽ വരും. ഇതിൻ്റെ എല്ലാം പേര് എന്തെന്നൊന്നും എനിക്കറിയില്ല. പിന്നെ ഈ ചെടി ഉണ്ടല്ലോ, ഈ മഴൻ്റെ സീസണിൽ വരും ഈ ചെടിയല്ലോ. പിന്നെ ഇത് 10 മണിപ്പൂവോ അങ്ങനെ എന്തോ പറയല്ലേ, അത് എനിക്ക് മണി പ്ലാന്റ് ഒന്നും വിട്ടാൽ വേറൊന്നും അറിയില്ല. എൻ്റെ പേരൻ്റെ ഉള്ളിൽ ഞാൻ മണി പ്ലാന്റെല്ലാം നട്ട് വെച്ചിന്. അതിനെ പിന്നെ ഞങ്ങൾക്ക് മണി പ്ലാന്റ് മാത്രമേ അറിയൂ. അപ്പം ഞാൻ മേലെയുള്ള വ്യൂ കാണിച്ചു തരാം. നല്ല അടിപൊളിയായിട്ടുണ്ടായ മേലെയുള്ള വ്യൂ. ഇതിനെല്ലാം ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് എടുക്കട്ടെ ഞാൻ, എന്നിട്ട് ഫുള്ളായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഇതാ കുറേ പൂച്ചെടിയെല്ലാം നട്ടിട്ട് വെച്ചിനൊരു. അപ്പോൾ ഞാൻ പോകുമ്പോൾ ചോദിച്ചു നിങ്ങൾ പോയിട്ട് എപ്പോൾ വരുമോയെന്ന്. അപ്പോൾ ഒരു പറഞ്ഞെന്താ അറിയോ, ഞങ്ങൾക്ക് പോകുന്ന മാത്രം അറിയും, വരുന്ന എപ്പോഴെന്ന് അറിയില്ല. നമുക്ക് മേലെ പോവാം. മേലെയും കുറച്ച് പൂച്ചെടി ഉണ്ട്. മേലെ പോകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതാ ഇതിൻ്റെ ഇടക്കൂടെ പോകണം. താഴെയും ഗാർബേജ് ഗാഡിയും വന്നെന്ന് തോന്നുന്നു. നോക്കട്ടെ. ആ കാണുന്നത് ഒരു ലേക്കും പിന്നെ പാർക്കുണ്ട്. നടുക്ക് ലേക്കായിട്ട് അതിൻ്റെ ചുറ്റും പാർക്കാണ്. അപ്പോൾ രാവിലെ വാക്കിങ് പോകുന്ന ആൾക്കെല്ലാം നല്ലത്. ഞാനെല്ലാം റെഗുലറായിട്ട് പോകുന്നതിനെ കൊണ്ട് നല്ല രസമുണ്ട് അവിടെ കാണാൻ. ഇപ്പോൾ കുറച്ച് മഴ അതിനെ കൊണ്ട് വെള്ളമുണ്ട്. മഴ ഇല്ലെങ്കിൽ വെള്ളം ഉണ്ടാവില്ല അവിടെ. ഇതാണ് എൻ്റെ പേരൻ്റെ ചുറ്റുമുള്ളൊരു വ്യൂ. അതാ കാണുന്നത് ഒരു ചെറിയ അപ്പാർട്ട്മെൻറ്റും അതല്ല, ബാക്കി നോർമൽ കരയാണ്. അതവിടെ കാണുന്നത് ഇവിടുന്ന് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു 2 കിലോമീറ്ററെങ്കിലും ഉണ്ട്. അത് ഇവിടുന്ന് നോക്കുമ്പോൾ എത്ര അടുത്ത് കാണുന്നുണ്ടല്ലേ, പക്ഷെ ഇവിടുന്ന് 2 കിലോമീറ്ററോളം ഉണ്ട് ആ ഒരു ബിൽഡിങ്. അതാ കാണുന്ന ആ ബിൽഡിങ്. അപ്പം ഇങ്ങനെയല്ലാണ് മേലത്തെ ഒരു വ്യൂ. അപ്പോൾ ഇവിടെ കുറച്ച് ചെടി ഇടിയും നട്ടിട്ട് വെച്ചിന്. അപ്പോൾ ഇനിയും കുറച്ച് വെള്ളം വെച്ചിട്ട് നമുക്ക് താഴേക്ക് പോവാം. ഇത് നോക്കിയാൽ ഇവിടെ നമ്മൾ പൈസ കൊടുത്തിട്ട് പപ്പങ്കായ് വാങ്ങുന്നത്. ഇവിടെ ഒരു പപ്പങ്കായുടെ ചെടി തന്നെ നട്ടിട്ട് വെച്ചിന്. ഒരു ചാക്കൻ്റെ ഉള്ളിലാക്കിയിട്ട് നട്ട് വെച്ചിന്. ഇതെന്ത് മാങ്ങയോ ഇതെന്തെന്ന് അറിയില്ല. ഇത് പപ്പങ്കായിൻ്റെ ഇത്. നമുക്ക് താഴെ അല്ലേ, ഞങ്ങൾ പേരൻ്റെ മുകളിൽ നിന്നുള്ള ഒരു വ്യൂ. അപ്പോൾ രാവിലത്തെ നാഷ്ടത്തിന് ഞങ്ങൾക്ക് കമ്പൽസറി ചായ വേണം. ചായ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് നാഷ്ട അങ്ങോട്ട് ഇറങ്ങൂല. പിന്നെ പേരൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ടായ പിന്നെ ഞാനൊരു ഫേസ് പാക്ക് ആക്കി. ഞാനിത് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഈ ഫേസ് പാക്ക് ആക്കും. ഇതിനായിട്ട് ഞാൻ ഒരു അര തക്കാളിയും ഒരു ചെറിയ കഷ്ണവും ചെറുപുളിയും ഒരു ചെറിയ കഷ്ണവും ഉരുളക്കിഴങ്ങും എടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ലോണം അരിച്ചിട്ടെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ വെള്ളം മാത്രം ഞങ്ങൾക്ക് എടുത്താൽ മതി.
അപ്പോൾ ഈ ഫേസ് പാക്ക് ഞങ്ങളുടെ ഫേസിലുള്ള ടാൻ റിമൂവ് ആക്കാനും പിന്നെ ഞാൻ ഇങ്ങനെയുള്ള ഫേസ് പാക്ക് കൂടുതൽ യൂസ് ആക്കുന്നത് പിഗ്മെൻറ്റേഷനായിട്ട്. എനിക്ക് പിഗ്മെൻറ്റേഷൻ ഉണ്ട് കുറച്ച്. അപ്പോൾ ഇങ്ങനെയുള്ള ഫേസ് പാക്കെല്ലാം യൂസ് ആക്കിയിട്ടാകുമ്പോൾ ഞങ്ങൾക്ക് പിഗ്മെൻറ്റേഷൻ നല്ലോണം കുറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഹോം മെയ്ഡ് തന്നെ ഞാൻ എപ്പോഴും ഇങ്ങനെയുള്ള പിഗ്മെൻറ്റേഷനും ടാൻ റിമൂവനും എല്ലാത്തിനും ഞാൻ ഹോം മെയ്ഡ് തന്നെ കൂടുതലായിട്ട് യൂസ് ആക്കുന്നത്. ഇതിലേക്ക് ഞാൻ ഒരു 2 സ്പൂൺ കടലപ്പൊടി ഇടുന്നുണ്ട്. 2 സ്പൂൺ എന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾക്ക് തിക്നെസ് എത്ര വേണോ അത്ര കടലപ്പൊടി ഇട്ടിട്ട് നല്ലോണം ഒരു പേസ്റ്റ് ആക്കിയിട്ട് എടുക്കുക. എന്നിട്ട് ഞങ്ങൾക്ക് ഒരു ഫേസിലും കയ്യിലും കാലിലും, അതായത് ടാൻ എല്ലാം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കയ്യിലും കാലിലെല്ലാം തേക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഫേസിൽ മാത്രം ഒന്ന് തേച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഞാനത് ഫുള്ളായിട്ട് ഡ്രൈ ആവുന്നവരെ അതങ്ങനെ വിടും ഒരു 10-15 മിനിറ്റോളം. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കുളിക്കാൻ പോയിട്ട് പിന്നെ ഞാൻ വിചാരിച്ച് അത് കഴിഞ്ഞിട്ട് മേക്കപ്പ് വീഡിയോ ആക്കാമെന്ന്. അങ്ങനെ ഒരു വീഡിയോ ആക്കാൻ വിചാരിച്ചിട്ട് ഇരിക്കുമ്പോഴാണ് നല്ല മഴയും കാറ്റും വന്നത്. നല്ല മഴയും കാറ്റ് പറഞ്ഞാൽ അത്ര മഴയും അത്ര കാറ്റും വന്നു. മാത്രമല്ല എൻ്റെ മോനിക്ക് നല്ല പനിയും ഉണ്ടായിന്. എൻ്റെ മൂത്ത മോനിക്ക് നല്ല പനി ഉണ്ടായി. ഓൻ സ്കൂളിൽ പോയിട്ടില്ല, ചെറിയോന് സ്കൂളിൽ പോയിന്. അപ്പോൾ എനിക്ക് ഈ കാതിൻ്റെ ഈ ചുറ്റുഭാഗത്തും നല്ല പെയിനും അത് പിന്നെ നല്ല വീക്കവും ഉണ്ടായിന്. ഇതിനെന്ത് പറയുന്നതെന്ന് എനിക്കും അറിയില്ല. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് നീമിൻ്റെ പൗഡറും പിന്നെ കസ്തൂരി മഞ്ഞളും രണ്ടും മിക്സ് ആക്കിയിട്ട് കുറച്ചിങ്ങനെ തേച്ച് കൊടുത്ത് നല്ല പെയിൻ ഉണ്ടായിന്, പനിയും ഉണ്ടായിന് നല്ലോണം. പിന്നെ ഞാൻ പോയി ഫേസ് പാക്കെല്ലാം ഒന്ന് കഴുകി ഒന്ന് ഫ്രഷെല്ലായിട്ട് വന്ന് നോക്കുമ്പോൾ നല്ല മഴ വരുന്നുണ്ടായിന് പുറത്ത്. ഇനിയും മഴ നല്ലോണം പെയ്യുന്നുണ്ടായിന്. എനിക്ക് ഇതേ സമയത്ത് ഞാൻ പുറത്തും പോകാൻ ചെറിയ മോനെ കൂട്ടിക്കൊണ്ട് വരാമെന്ന് 3:15 സ്കൂള് വിടും. അപ്പോൾ ഇതേ സമയത്തായിരിക്കും മഴ എപ്പോഴും വരൽ. ഞാനിതിങ്ങനെ ആലോചിക്കണം, ഇപ്പം ഞാൻ പുറത്ത് പോകണം, എങ്ങനെ പഠിച്ചാൽ കുട്ടികളെ കൂട്ടിക്കൊണ്ട് വരുന്നതെന്ന്. നല്ല മഴ ഉണ്ടായിരുന്നു. പിന്നെ ഞാനൊന്നും ആലോചിച്ചില്ല, ഒരു ജെർക്കിനും എടുത്തിട്ട് ഒരു ഹെൽമെറ്റ് എടുത്തിട്ട് ഞാൻ നേരെ ഇറങ്ങിപ്പോയി. അപ്പോൾ ഇതാണ് ഞങ്ങൾ ദ്വിചക്ര വാഹനം. ഇവിടെ ഞാൻ ഓട്ടിക്കൊണ്ട് പോകും, ഇവിടെ നിന്ന് കൊണ്ടുപോകും. അങ്ങനെ പിന്നെ സ്കൂളിൻ്റെ അടുത്ത് പോയി കുട്ടീനെ കൂട്ടിക്കൊണ്ട് തിരിച്ച് വരുമ്പോഴത്തേക്കും മഴ കുറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല, അങ്ങനെ പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ഐ ഹോപ്പ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ആക്കാൻ മറക്കണ്ട. ഇതുപോലെ തന്നെ വ്ളോഗ്സൊക്കെ ആക്കണമെന്നുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ചെയ്തൊന്ന് പറയുക. അത്രയേ ഉള്ളൂ.